മാതാപിതാക്കൾ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ നടന്നതുകൊണ്ട് ദൈവം അവരുടെ തലമുറയെ അനുഗ്രഹിക്കാനായിടയായി തീർന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം ഓർക്കുവാനായിടയായി തീർന്നു. തന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുവാൻ ദൈവം ഇടയായി. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ നിയമം, ദൈവത്തിന്റെ ദയ ദൈവം പാലിക്കും. എങ്ങനെ? നീ ദൈവത്തിന്റെ മുൻപിൽ പൂർണ്ണ ഹൃദയത്തോടെ നടക്കുമെങ്കിൽ. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂതായി വിളിച്ചു പറയുന്നു, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുമെങ്കിൽ, ദൈവം തൻ്റെ നിയമത്തെയും ദയയെയും പാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തലമുറകൾ കഴിഞ്ഞാലും ആ ദൈവത്തിൻ്റെ പരിപാലനം, ആ ദൈവത്തിൻ്റെ നിയമം, ആ ദൈവത്തിൻ്റെ ദയ ദൈവം മറക്കുന്നവനല്ല. അതുകൊണ്ടാണ് മോശ സങ്കീർത്തനത്തിൽ പാടുവാനായിട്ടിടയായി തീർന്നത്. ആ സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 90-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ പാടുന്നൊരു പാട്ടാണ്. ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. മോശയ്ക്ക് വിളിച്ചു പറയാനായിട്ട് കഴിയും. സഹോദരന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ മോശ വിളിച്ചു പറയാണ്, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങൾക്ക് സങ്കേതമായിരിക്കുന്നു. കാരണം ഞങ്ങളുടെ തലമുറ, ഞങ്ങൾക്ക് മുൻപുണ്ടായ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ വിശ്വസ്തയോടെ സേവിപ്പാൻ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് മുൻപാകെ നടന്നതുകൊണ്ട് അവിടുത്തെ നിയമവും അവിടുത്തെ ദയവും പാലിക്കുന്ന ദൈവമേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. എന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ നീ നടക്കുന്നുവെങ്കിൽ, ജീവിക്കുന്നുവെങ്കിൽ, വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റുമെങ്കിൽ, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും മാനിക്കുന്ന ദൈവമാണ് ഈ ദൈവം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഇന്ന് പല ദൈവമക്കളും അനുഭവിക്കുന്ന ഈ അനുഗ്രഹം, ഉയർച്ചകൾ, കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ അവർ വിശ്വസ്തയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപാകെ ജീവിച്ചതുകൊണ്ട് ദൈവം അവർക്ക് നിയമത്തെയും തൻ്റെ ദയയും പാലിപ്പാനായിട്ടിടയായി തീർന്നു. അതാണ് തലമുറ അനുഭവിക്കുന്നത്. അപ്പൊ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് ദൈവത്തിന്റെ മുൻപാകെ, ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാണ്ടേ, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണമേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി. ഇനി എത്ര പേർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപാകെ ജീവിക്കും? വിശ്വസ്തയോടെ. പൂർണ്ണ ഹൃദയം എന്ന് പറയുമ്പോൾ അതിൽ വേറെ ഒരു കളങ്കമില്ല, മായമില്ല. സ്തോത്രം. വേറെ ഒരു കാര്യവുമില്ല. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. അതാണ് ദൈവജനം പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയുടെ മുൻപാകെ നടക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന അവന്റെ ദാസന്മാർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. നിയമവും തന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ സ്വർഗത്തിലോ ഭൂമിയിലോ ഒരു ദൈവവും ഇല്ല. അത് ശലോമോൻ കാണുവാനായിട്ടിടയാക്കി. തന്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ ദൈവപ്രവൃത്തി
ശലോമോൻ കാണുവാനായിട്ടിടയായിത്തീർന്നു. ദാവീദിന് ആലയം കെട്ടുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ മറ്റു കാര്യങ്ങളെല്ലാം ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്റെ പിതാവിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപാകെ തന്റെ പിതാവ് എങ്ങനെ നടന്നു എന്നുള്ളത് ശലോമോൻ കാണുവാനായിട്ടിടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തൻ്റെ ദാസന്മാർക്കായി നിയമവും ദൈവവും പാലിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതത്തെ പരിപൂർണമായി ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എൻ്റെ ഈ ഹൃദയം, പൂർണ്ണ ഹൃദയം. ആ ഹൃദയത്തിൽ വേറെ ഒരു ചിന്തയോ വേറെ ഒന്നും കുടിയിരിക്കുവാനായിട്ട് പാടുള്ളതല്ല. ദൈവം മാത്രം, ദൈവത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ച ഒരു ജീവിതമായിരിക്കട്ടെ നിന്റെ ജീവിതം. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ നമുക്ക് എടുത്തു കാണിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദാവീദ്. അപ്പൊ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ നടക്കുന്നത് കണ്ടു, അത് അനുഭവിച്ചു. ആ ദൈവത്തിന്റെ നിയമവും ദൈവത്തിന്റെ ദയയും അനുഭവിക്കാനായിട്ടിടയായിത്തീർന്നു. അതാണ് താൻ ഹല്ലേലൂയ ഇവിടെ പ്രാർത്ഥനയായി ഉച്ചരിക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് താഴെ വായിക്കുമ്പോൾ, ഹല്ലേലൂയ 24 വായിക്കുമ്പോൾ, എൻ്റെ അപ്പനായ ദാവീദ്, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ നടക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാഗ്ദാനം നൽകി തരും. നിങ്ങൾക്ക് വേണ്ടി ഒരു നിയമം കർത്താവ് കൽപ്പിക്കും. അത് നീയും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്, നീയും ദൈവവുമായിട്ടുള്ള ഒരു നിയമമാണ്. അത് ഹല്ലേലൂയ നിനക്കും നിന്റെ തലമുറയ്ക്കും ഉള്ളത് മാത്രമാണ്. നീ വിശ്വസ്തയോടെ, നീ ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് മുൻപാകെ, ദൈവത്തിന്റെ മുൻപാകെ നടക്കുന്നുവെങ്കിൽ ദൈവം ചില വാഗ്ദാനങ്ങൾ, ദൈവം ചില നിയമങ്ങൾ നിനക്ക് വേണ്ടി നൽകി തരും. നീയുമായിട്ടൊരു നിയമം കർത്താവ് ഉണ്ടാക്കും. ഓ പ്രൈസ് ദി ലോർഡ്. എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. അല്ലത് ദൈവവും നീയുമായി ഒരു നിയമം ഉണ്ടാക്കുക, ഒരു വാഗ്ദാനം ഉണ്ടാക്കുക. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തയോടെ. ആമേൻ. അത് ശലോമോൻ പറയുന്നുണ്ട്, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായ്കൊണ്ട് അരുളിച്ചത് ഇന്ന് കാണും പോലെ തൃക്കൈക്കൊണ്ട് നിവർത്തിച്ചു ഇരിക്കുന്നു. ശലോമോൻ അത് കാണാനിടയായി. ദൈവം തന്റെ പിതാവ് ഹല്ലേലൂയ ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ നടന്നുകൊണ്ട് ദൈവവും ദാവീദുമായി ഒരു കരാർ, ഒരു നിയമം, ഒരു വാഗ്ദാനം ഉണ്ടായി. അത് ദൈവം ശലോമോന്റെ കാലത്ത് നിവർത്തിപ്പാനായിട്ടിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കണ്ടപ്പോഴാണ്, അത് നിവർത്തിയായപ്പോഴാണ് ശലോമോൻ പറയുന്നത്, ദൈവമേ, നിന്നെപ്പോലൊരു ദൈവം സ്വർഗത്തിലും ഭൂമിയിലും ഇല്ല. നിയമത്തെയും ദയയും പാലിക്കുന്ന ആ ദൈവം, അങ്ങേപ്പോലൊരു ദൈവം വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ദൈവാത്മാവിനെ വിളിച്ചു പറയട്ടെ, ദൈവം ചില നിയമങ്ങൾ ഓർക്കും. ദൈവം ചില നിയമങ്ങൾ നിനക്ക് തരും, അത് പാലിക്കും, അത് നിവർത്തിക്കും. നീ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ. ഹല്ലേലൂയ. ഒരു പക്ഷേ നിനക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ തലമുറ അത് അനുഭവിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അതിന് വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ് നമ്മുടെ മുൻ തലമുറ, മുൻ പിതാക്കന്മാർ, മാതാക്കൾ. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ടു, അനേക ശോധനകൾ അനുഭവിച്ചു, അനേക ഉപദ്രവങ്ങൾ അനുഭവിച്ചു, പട്ടിണി കിടന്നു, ദാരിദ്ര്യം അനുഭവിച്ചു. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ അവർ പൂർണ്ണ ഹൃദയത്തോടെ
ദൈവത്തെ സേവിച്ചതുകൊണ്ട് ദൈവം അവർക്ക് ചെയ്ത നിയമം, ദൈവം അവർക്ക് ചെയ്ത വാഗ്ദാനം, ദൈവം അവർക്ക് ചെയ്ത ആദ്യ ദയ, പ്രൈസ് ദി ലോർഡ്, അവരുടെ തലമുറയ്ക്കും ദൈവം നൽകി കൊടുത്തു. അത് നിവർത്തി ചെയ്യുവാൻ കർത്താവ് അവർക്ക് കൃപ ചെയ്തു. അത് അവർക്ക് പലർക്കും അതൊരു അനുഗ്രഹമായി തീർന്നു. അതുകൊണ്ട് മോശം പറഞ്ഞ്, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ നടക്കുവാൻ കഴിയുമെങ്കിൽ ചില വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ചില പ്രോമിസുകൾ, ചില നിയമങ്ങൾ നീയുമായി കർത്താവ് ഒപ്പുവെക്കും. അത് നീ കാണും, നിന്റെ തലമുറ അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിച്ച് ആമേൻ എന്ന് പറഞ്ഞത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? നീ വിശ്വസ്തയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപാകെ നടക്കുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവം തന്റെ നിയമം പാലിക്കും. ദൈവം തന്റെ വാഗ്ദാനം നിവർത്തിക്കും. ഒരു സംശയവും വേണ്ട. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ നടക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി. ഓ ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏതെല്ലാം മേഖലയിലൂടെ കടന്നുപോയാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മളെ പിടിച്ചാലും, സ്തോത്രം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് വിട്ടുകൊടുക്കാതെ, ദൈവത്തെ വിട്ടുകൊടുക്കാതെ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെങ്കിൽ ദൈവം ചില നിയമങ്ങൾ നിനക്ക് തരും, ചില വാഗ്ദാനങ്ങൾ നിനക്ക് തരും. അതെന്റെ കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ധൈര്യമായി പ്രാർത്ഥിച്ചു, ധൈര്യമായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തു. വിശ്വസ്തയോടെ പൂർണ്ണ ഹൃദയത്തോടെ ജീവിക്കുവാനായി നിന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് തന്റെ ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണ ഹൃദയത്തോടെ നടന്നു. അതുകൊണ്ട് ദൈവം ദാവീദിന് ചില നിയമങ്ങളെ കൊടുത്തു, ചില വാഗ്ദാനങ്ങളെ കൊടുത്തു. അത് ശലോമോന്റെ കാലം വന്നപ്പോൾ ദൈവം നിവർത്തിക്കുവാനായിട്ടിടയായി തീർന്നു. അത് താൻ കണ്ണുകൊണ്ട് കാണുവാനായിട്ടിടയായി തീർന്നു, തൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, പിതാക്കന്മാരുടെ ദൈവമേ, തൻ്റെ ദാസന്മാർക്കായി നിയമത്തെയും ദയയെയും ഓർക്കുന്ന ദൈവമേ, അങ്ങയെപ്പോലൊരു ദൈവം വേറെ ആരുമില്ല. എൻ്റെ അപ്പനായ ദാവീദ്, എൻ്റെ അപ്പനായ നിന്റെ ദാസന് വേണ്ടി നീ പ്രവർത്തിച്ചത് ഞാൻ എൻ്റെ കണ്ണാൽ കാണുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ നിന്ന് ധൈര്യമായി ദൈവസ്ഥനിൽ ധൈര്യമായി പറയാനായിട്ട് കഴിയും. എൻ്റെ പിതാക്കന്മാർ, ഹല്ലേലൂയ, അവർ ഈ ദൈവത്തെ സേവിച്ചതുകൊണ്ട്, അവർ വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്നു. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസ്തയോടെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപാകെ നടക്കുമെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ മാത്രമല്ല നിന്റെ തലമുറയ്ക്കും കർത്താവ് സങ്കേതമായിരിക്കും. നിന്റെ തലമുറയ്ക്കും ചില വാഗ്ദാനങ്ങളെ കർത്താവ് നിവർത്തിക്കും. നിന്റെ തലമുറയ്ക്കും ചില നിയമങ്ങളെ എൻ്റെ കർത്താവ് അത് നിവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരും. ശലോമോൻ അത് കണ്ടു, അനുഭവിച്ചു. അവൻ പറയുകയാണ്, എൻ്റെ പിതാവ് അങ്ങയുടെ